സർ, മാധ്യമങ്ങൾ എല്ലാ സമയത്തും മാധ്യമങ്ങൾ ഏതൊക്കെ രീതി, പ്രത്യേകിച്ച് മലയാള മാമാ മാധ്യമങ്ങൾ എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഈ മാമാ മാധ്യമങ്ങൾ ഇന്ന് പുതിയൊരു കഥയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഞാൻ കുറെ ദേശീയ മാധ്യമങ്ങൾ നോക്കി, അതിലൊന്നും കണ്ടില്ല. അതായത് RSS തലവൻ നരേന്ദ്രമോദിജിയോട് ആജ്ഞാപിച്ചു, മണിപ്പൂരിൽ ഇനി വായ കൊണ്ടുള്ള കളി വേണ്ട, നടപടി വേണം എന്ന രീതിയിൽ ആജ്ഞാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ ഇസ്ലാമിക മൗദൂദി ചാനലായ മീഡിയ വണ്ണിലൊക്കെ അവരൊക്കെ അവരുടെ കണ്ടു. എങ്ങനെയാണ് സർ അത് യാഥാർത്ഥ്യം സാറ് ശ്രദ്ധിച്ചിരുന്നു ആ ഒരു വാർത്ത? തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നു, കണ്ടിരുന്നു. മീഡിയ വൺ നടത്തുന്ന ഒരു ശ്രമം RSS BJP രണ്ടാണ്, അത് വിരുദ്ധമായ ആശയങ്ങളിൽ നിൽക്കുന്നു, തമ്മിലടിക്കാൻ പോകുന്നു, RSS നരേന്ദ്രമോദിയുടെ ചെവിക്ക് പിടിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഇനി RSS ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഞാൻ കണ്ടു. സത്യത്തിൽ ഈ പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ല RSS എന്താ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനാണ്. നിങ്ങൾ ഈ പറയുന്ന അമിത്ഷാ അല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ സത്യപ്രതിജ്ഞ ചെയ്തതിൽ പകുതിയിലധികം ആൾക്കാര് RSS സ്വയം സേവകരാണ്. അപ്പോ RSS സ്വയം സേവകരും RSSന്റെ പ്രചാരകന്മാരുമായിട്ടുള്ളവരാണ് ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയിലെ പകുതിയിലധികം ആൾക്കാർ. അവർക്കെതിരെ RSS നടപടി എടുക്കുന്നത് എങ്ങനെയാണ്? അവര് തന്നെയാണ് RSS. അല്ലാതെ മോഹൻ ഭാഗവത്ജി എന്ന് പറയുന്ന സർസംഘചാലകം ഒറ്റയ്ക്കും ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കേണ്ട അങ്ങനെ ഏകാധിപത്യമൊന്നുമല്ല RSS. അതുകൊണ്ട് RSS വേറെ BJP വേറെ എന്നുള്ള ആ വ്യാഖ്യാനം ചിലവാകാൻ പോകുന്നില്ല. അതൊക്കെ ഈ ആദ്യ ദിവസങ്ങളിൽ സ്വന്തം അണികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും പിന്നെ പറഞ്ഞുപോയ കള്ളങ്ങളൊക്കെ ജാള്യതയായി പോയി അതൊന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയും ഈ പറഞ്ഞ മാമാ മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും അവരെ പിന്താങ്ങുന്ന ബുദ്ധിജീവികളും പടച്ചുവിടുന്ന ക്യാപ്സ്യൂളുകൾ മാത്രമാണ്. ഇതിനൊക്കെ ഒരൊറ്റ ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. അത് ജനങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയം RSSനും ഒരു അജണ്ട ഉണ്ടായിരുന്നു, BJPക്കും അജണ്ട ഉണ്ടായിരുന്നു. ഒരു സ്വയം സേവകനായിട്ടുള്ള ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കണം. ഒരു സ്വയം സേവകനല്ല, ഏതാണ്ട് 40-50 സ്വയം സേവകന്മാരാണ് ഇപ്പോ ഇന്ത്യയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 100ാം വാർഷികമാകുമ്പോഴേക്കും, ആ 2025 എന്ന അടുത്ത വർഷം വരുമ്പോഴേക്കും കുറെ കൂടി വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു BJP ആയിരിക്കും നമ്മൾ കാണാൻ പോവുക, ND ആയിരിക്കും നമ്മൾ കാണാൻ പോവുക. അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാരും ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരും മുന്നോട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഈ പറഞ്ഞ മാമാ മാധ്യമങ്ങളുടെയും അതുപോലെ ഉള്ള ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകളുടെയും ചർച്ചകളൊക്കെ കേവലം ഒരു മനപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഞാൻ അവരോട് പറയുന്നത്, എന്തിനാണ് മനോരാജ്യത്തിൽ അർദ്ധരാജ്യം പകരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതും ഈ പറഞ്ഞ തീവ്രവാദികളെയൊക്കെ മന്ത്രിമാരാക്കുന്നതും സ്വപ്നം കണ്ടുകൂടെ? ഇപ്പൊ ഖാലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് MP ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദിയായിട്ടുള്ള ആൾ ജയിലിൽ കിടന്നുകൊണ്ട് MP മാരായിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും ഇവർ രണ്ടുപേരും ഉപപ്രധാനമന്ത്രിമാരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വപ്നം കണ്ടുകൂടെ? അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യവും കൂടെ വേണം. കാരണം പറഞ്ഞാൽ പിന്നെ സ്ഥാനം എവിടെയായിരിക്കും, കഴിക്കാൻ കിട്ടുന്ന ഉണ്ട എന്നതായിരിക്കും എന്നൊക്കെ അന്നേരം ആയിരിക്കും അറിയാം. ഏതായാലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളല്ലാതെ ക്രിയാത്മകമായ ഒരു പ്രതികരണം പോലും കൊടുക്കാൻ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. ഇപ്പൊ സാറേ, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാറാണെങ്കിലും ജോർജ് കുര്യൻ സാറാണെങ്കിലും ആദ്യം അവർ സഹമന്ത്രിയാവാൻ പോകുന്നതെന്ന് പറഞ്ഞു. സഹമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സഹമന്ത്രി സ്ഥാനമാണോ, അതാണോ അത്, എന്താ പറയാ, അസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇന്നിപ്പോൾ അതും കഴിഞ്ഞ് സുരേഷ് ഗോപി സാറിന് 3 വകുപ്പുകൾ കിട്ടുന്നു. ജോർജ് കുര്യൻ സാറിനും കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ യോഗ്യതയ്ക്ക് കൃത്യമായിട്ട് നല്ല ചടുലമായിട്ടുള്ള വകുപ്പ് തന്നെ കിട്ടുന്നു. നരേന്ദ്രമോദി സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ നൽകുന്നു. ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപി സാറിനെതിരെയും ജോർജ് കുര്യൻ സാറിനെതിരെയും അലഞ്ഞു നടക്കുന്ന മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ട ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടി പോലും ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുള്ള, ജോർജ് കുര്യൻ സാറിന് കിട്ടിയിട്ടുള്ള ഈ വകുപ്പുകൾ എങ്ങനെയാണ്? ഇതിന് പ്രാധാന്യമുണ്ടോ? ഈ സഹമന്ത്രി സ്ഥാനം എന്ന് പരിഹസിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എങ്ങനെയാണ് സാറിന്റെ ആ ഒരു നിരീക്ഷണം? കേരളത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന, അങ്ങേയറ്റം പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമാണ്
ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ വകുപ്പുകൾ. ഉദാഹരണത്തിന് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ കൃഷി, വ്യവസായം ഇതൊന്നും നടത്തില്ല. കാരണം ഇവിടെ കമ്മ്യൂണിസം ബാധിച്ച്, മണ്ടരി ബാധിച്ചെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ബാധിച്ച് മണ്ട പോയ ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളിടത്ത് വ്യവസായം സമ്മതിക്കില്ല, കൃഷി സമ്മതിക്കില്ല, വാണിജ്യം സമ്മതിക്കില്ല, യാതൊരു പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ ലോകത്തെ മനോഹരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള 50 സ്ഥലങ്ങളിൽ ഒന്നായ കേരളം, നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ വെള്ളം, പ്രകൃതി രമണീയമായിട്ടുള്ള ചുറ്റുപാടുകൾ, ടൂറിസത്തിന് ഏറ്റവും നല്ല സ്ഥലമാണ്. ഒരുപക്ഷെ കാശ്മീരിനേക്കാൾ ഏറെ, കാശ്മീരിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ഇവിടെ അതുമില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് ടൂറിസം വകുപ്പ് ഇവിടെ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കലാ സാംസ്കാരികം എന്നുള്ള വകുപ്പ്, അദ്ദേഹം ഭാരത് അവാർഡ് കിട്ടിയ ഒരു കലാകാരൻ, സിനിമയുടെ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നയാളാണ്. അതോടൊപ്പം തന്നെ മറ്റ് കലാമേഖലകളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബന്ധങ്ങളുണ്ട്, അറിവുകളുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു വകുപ്പ്, 2 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് ശ്രീ ജോർജ് കുര്യൻജിയുടെ വകുപ്പുകൾ. ജോർജ് കുര്യൻജിക്ക് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ന്യൂനപക്ഷ വകുപ്പ് മാത്രമല്ല കിട്ടിയത്. അതോടൊപ്പം തന്നെ ഫിഷറീസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശം, ഉൾനാടൻ ജലാശയങ്ങൾ, 44 നദികൾ, എല്ലാ ഉൾപ്രദേശങ്ങളിലുള്ള നാടൻ കുളങ്ങൾ, അതുപോലെ പാടശേഖരങ്ങൾ, ഇവിടെയൊക്കെ തന്നെ മത്സ്യകൃഷി വ്യത്യസ്തവും വിശാലവുമായ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2700 കോടി രൂപ കഴിഞ്ഞ 2ാം നരേന്ദ്രമോദി സർക്കാർ കൊടുത്തതാണ് കേരളത്തിന്. പക്ഷെ ഒരു പൈസ പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ആ ചുമതലയിൽ വരുമ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ഇവ പശു, ആട്, താറാവ്, കോഴി എന്നിങ്ങനെ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ആ മൃഗസംരക്ഷണ മേഖലയിലും കേന്ദ്രം ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ട്, പക്ഷെ കേരളം ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഓരോ വീടുകളിലും അതിന്റെ പുരോഗതി ദൃശ്യമാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ 2 മന്ത്രിമാരുടെ പ്രവർത്തനം കൃത്യമായിട്ട് ഞാൻ പറയാം, കേരളത്തിലെ പിണറായി മന്ത്രിസഭയുടെ പ്രവർത്തനത്തെക്കാൾ വലിയ തോതിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ധാരാളം ഫണ്ട് വരും, ധാരാളം പ്രോജക്റ്റുകൾ വരും, ഓരോ വീട്ടിലും സഹായമെത്തും. കേരളത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന 2 മന്ത്രിമാരാണ് ഇവർ. പക്ഷെ ഇവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ കണ്ടിരുന്നു, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോഴേ ഇവർ പറയുന്ന കേട്ടോ, പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപിക്ക്, പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി എടുത്തു, അത് പിന്നെ പോട്ടെ, എന്നാൽ ഉപപ്രധാനമന്ത്രി ആകുമായിരിക്കും. എവിടെ? ഉപപ്രധാനമന്ത്രി സ്ഥാനവും കിട്ടിയില്ല, ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം കിട്ടിയില്ല. അയ്യോ, ക്യാബിനറ്റ് മന്ത്രി ഉറപ്പായിരുന്നല്ലോ. ആരാ ഉറപ്പ് പറഞ്ഞത്? ആരാ ചോദിച്ചത്? ഇതൊന്നുമില്ല, ഉറപ്പായിരുന്നല്ലോ, പക്ഷെ അത് കിട്ടിയില്ല. സ്വതന്ത്ര ചുമതലയുള്ള അതും കിട്ടിയില്ല. അവസാനം സഹമന്ത്രി സ്ഥാനം കിട്ടി. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഭരിച്ചിട്ട് വന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു, ശശി തരൂർ. ഐക്യരാഷ്ട്രസഭയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നയാളാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അദ്ദേഹത്തെ മന്ത്രിയാക്കിയല്ലോ. പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തില്ല, ഉപപ്രധാനമന്ത്രി കൊടുത്തില്ല, ക്യാബിനറ്റ് കൊടുത്തില്ല, സ്വതന്ത്ര ചുമതല കൊടുത്തില്ല, വെറും സഹമന്ത്രി സ്ഥാനം. എന്താ അതിന്റെ കാരണം? ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, അയാൾ IAS ആണെങ്കിലും അയാൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ആദ്യം ഒരു സഹമന്ത്രി സ്ഥാനത്തിരിക്കണം, എന്നിട്ട് ഭരണം എന്താണെന്ന് പഠിക്കണം, സീനിയേഴ്സിനോടൊപ്പം പ്രവർത്തിക്കണം. അത് കഴിഞ്ഞാൽ 1-2 കൊല്ലം കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം വേണമെങ്കിൽ കൊടുക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഷഫ്ലിംഗ് വരുമല്ലോ. ഇനി അതല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ ഇവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ പദവി കൊടുക്കാമല്ലോ. ഇതൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യം. എന്നാൽ അതൊക്കെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അതൊക്കെ മനഃപൂർവ്വം മൂടി വെച്ചുകൊണ്ട് വെറും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം, അതിനെയാണല്ലോ നമ്മൾ മാമാപ്പണി എന്നൊക്കെ പറയുന്നത്, മാധ്യമ പ്രവർത്തനം. അതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിന്റെ പോസിറ്റീവ് വശം ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 2 മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും.
അതിന്റെ സജഷനുകൾ മുന്നോട്ട് വെക്കും, സഹകരിച്ച് പ്രവർത്തിക്കും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വികസനം വേണ്ട, ഞങ്ങൾക്ക് പുരോഗതി വേണ്ട, ഞങ്ങൾക്ക് BJP-ക്കെതിരെ യുദ്ധം ചെയ്ത് BJP-യെ തോൽപ്പിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്നത്.